വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി. ബംഗാളിലെ SIRൽ ക്രമക്കേട് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് മമതയുടെ നാടകീയ നീക്കം. അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന പരിഭ്രാന്തിയിലാണ് മമത എന്നാണ് BJPയുടെ വിമർശനം. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നു. ജിഷ്ണു, വളരെ നാടകീയമാണ് കാര്യങ്ങൾ. വോട്ടെടുത്തപ്പോൾ മമത കോട്ടിടുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണാജി, തീർച്ചയായും നാടകീയ രംഗങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. അതായത് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഹർജി SIRനെ ചോദ്യം ചെയ്തുകൊണ്ട്, വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ബംഗാൾ സർക്കാർ നൽകിയിട്ടുള്ള ഹർജി വാദിക്കാൻ വക്കീൽ കോട്ടുമിട്ട് മമത തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. BJPയും അത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബംഗാളിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിലൂടെ പുറത്തു പോകുന്നത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ്. ആ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ സംരക്ഷിക്കാൻ, സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മമത നേരിട്ടിറങ്ങുന്നു എന്ന വലിയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. കാരണം നിലവിൽ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ SIR പൂർത്തിയാക്കുകയും കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് യഥാർത്ഥ ഒരു ഇന്ത്യൻ പൗരൻ്റെയും യഥാർത്ഥ ഒരു വോട്ടറുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയോ അവരുടെ വോട്ടവകാശം തടസ്സപ്പെടുത്തുകയില്ല. അതിന് പകരം അനധികൃതമായി വോട്ടവകാശം നേടിയ അനധികൃത കുടിയേറ്റക്കാരുൾപ്പെടെയുള്ളവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കും, വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് SIR നടപടികൾ മുൻപോട്ട് പോകുന്നത്. ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ വലിയ ശ്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസും മമതയും ബംഗാളിൽ നടത്തിയ ഒരു BLOയുടെ മരണം അത് SIRനെ തുടർന്നാണെന്ന് ആരോപണം ഉന്നയിച്ചു കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്രമസമാധാന പ്രശ്നം പോലും മമത ഉണ്ടാക്കിയെന്നാൽ അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ പുറത്തു വന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവുമായുള്ള പ്രശ്നവും പണമിടപാടും കാരണം ഭീഷണിയും കാരണമാണ് ആ BLO ആത്മഹത്യ ചെയ്തത്. അത്തരത്തിലുള്ള നാടകങ്ങൾ പൊളിഞ്ഞതിന് പിറകെയാണ് സുപ്രീം കോടതിയിലേക്ക് മമത എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും SIR നടപടികളെ തുടർന്ന് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ ബന്ധുക്കൾ എന്ന പേരിൽ 50ലധികം ആളുകളെ രാജ്യതലസ്ഥാനത്ത് കൊണ്ടുവന്ന് അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണം എന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യതലസ്ഥാനത്തെ തന്ത്രപ്രധാനമായ മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്കും മമതാ ബാനർജി ശ്രമിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വക്കീൽ കോട്ടുമിട്ട് മമതാ ബാനർജി നേരിട്ടെത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള സ്റ്റണ്ടായി BJP ഇതിനെ വിമർശിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.